ഇസ്രയേലും ഹമാസും പരിപൂർണ വെടിനിർത്തലിലേക്ക് നീങ്ങുമെന്ന് തോന്നിച്ചതിന് പിന്നാലെയാണ് ദോഹയിലേക്ക് ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ അയച്ചത്. ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കുന്ന ഖത്തറിനെ തന്നെ ആക്രമിച്ചത് പശ്ചിമേഷ്യൻ സമാധാന ശ്രമങ്ങളെ ഗുരുതരമായി ബാധിക്കും. 2 ദിവസത്തിനകം ഗാസയിലും ഇസ്രയേൽ രൂക്ഷമായ ആക്രമണം നടത്താൻ ഇടയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം ഇന്നലെയാണ് ഇസ്രായേൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. പക്ഷേ ഉപാധികൾ വെച്ചിരുന്നു. ഹമാസ് പൂർണ്ണമായും നിരായുധരാകണം. ഇന്നലെ തന്നെ ഗാസയിലെ ജനങ്ങളോട് ഒഴിഞ്ഞുപോകാനുള്ള നിർദ്ദേശവും ഇസ്രായേൽ സൈന്യം നൽകിയിരുന്നു. ചുരുക്കത്തിൽ ഗാസയിൽ ഉടൻ ഒരു ആക്രമണം നടത്താൻ ഇസ്രായേലിന് പദ്ധതിയുണ്ട്. സിവിലിയൻ മരണം കുറയ്ക്കാൻ മുൻകരുതൽ സ്വീകരിച്ചുവെന്ന് രാജ്യാന്തര സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഗാസയിൽ പാംലെറ്റുകളും വിതരണം ചെയ്തിരുന്നു. ഖത്തറിൽ നടക്കാനിരിക്കുന്ന വെടിനിർത്തൽ ചർച്ചകൾ ഗാസയിൽ ആക്രമണം നടത്തുന്നതിന് തടസ്സമായേക്കുമെന്ന വിലയിരുത്തലിലാകാം ദോഹയിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്നും സൂചനയുണ്ട്. ഖത്തറിനെ കാര്യമായി ഉപദ്രവിക്കാതെ എന്നാൽ സമവായ ചർച്ചകൾ തടസ്സപ്പെടും മട്ടിൽ ഹമാസ് നേതാക്കൾ തങ്ങിയ കെട്ടിടം മാത്രം ലക്ഷ്യമിട്ടതും അതുകൊണ്ടാകാമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.